ജ്യോതിഷപന്തിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് വിചിന്തനം ചെയ്യുന്നത് 2026 മാർച്ച് മാസ ഫലമാണ്. മാർച്ച് മാസത്തിൽ ചിങ്ങം രാശിക്കാരായിരിക്കുന്ന മകം, പൂരം, ഉത്രത്തിൻ്റെ ആദ്യത്തെ പാദം അടങ്ങുന്ന നക്ഷത്രക്കാരുടെ ഫലമാണ് പറയുന്നത്. ഈ നക്ഷത്രക്കാരെ സംബന്ധിക്കുന്നിടത്തോളം വളരെയധികം നല്ല കാര്യങ്ങൾ വന്നു ചേരുവാൻ യോഗമുള്ള ഒരു മാസമാണ് മാർച്ച് മാസം. അതായത് സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴം 11ാം ഭാവത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. ആ 11ാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുക എന്ന് പറയുമ്പോൾ അത് 5ാം ഭാവാധിപത്യം കൊണ്ട് ത്രികോണാധിപനായിരിക്കുന്ന വ്യാഴം പൂർണ്ണ ബലവാനായിട്ട് 11ാമിടത്ത് നിൽക്കുമ്പോൾ നിവൃത്തിസ്ഥാനത്ത് നിൽക്കുന്നതാകട്ടെ രാജയോഗകാരകനായിരിക്കുന്ന ചൊവ്വ, അതുപോലെ തന്നെ ധനസ്ഥാനാധിപനായിരിക്കുന്ന ബുധൻ, ശുക്രൻ, തൊഴിൽ സ്ഥാനാധിപൻ നിവൃത്തി സ്ഥാനത്ത് നിൽക്കുന്നു. അങ്ങനെയൊക്കെ ഉള്ള ഗ്രഹങ്ങളുടെ സ്ഥിതിയൊക്കെ പ്രധാനമായിട്ട് ഉള്ളത് പ്രത്യേകം ഓരോ കാര്യങ്ങളിൽ എങ്ങനെയൊക്കെയാണ് നമുക്ക് ഫലങ്ങൾ തരിക എന്നുള്ളത് വിശകലനം ചെയ്ത് നോക്കിയതിൽ ആരോഗ്യപരമായ കാര്യങ്ങൾ പൊതുവെ തൃപ്തികരമായിരിക്കും. ഏതെങ്കിലും രോഗാവസ്ഥകൾ ഉണ്ടെങ്കിൽ തന്നെ അതൊക്കെ പൂർണ്ണമായിട്ട് ചികിത്സ ഫലിക്കുന്നതിനൊക്കെയുള്ള യോഗമുണ്ട്. അതായത് രോഗഭാവത്തെ സൂചിപ്പിക്കുന്ന ഭാവത്തിൻ്റെ അധിപനായിരിക്കുന്ന ഗ്രഹം അത് പാവന്മാർക്ക് നിൽക്കാൻ പറ്റുന്ന ഭാവത്തിൽ നിൽക്കുന്നു. അതുകൊണ്ട് അത് ദോഷം ചെയ്യുകയില്ല എന്നുള്ളതാണ് കണക്കാക്കുന്നത്. എന്നിരുന്നാലും ഭക്ഷണ കാര്യങ്ങളിലൊക്കെ വളരെ ശ്രദ്ധിക്കുകയും അഭക്ഷ്യ വസ്തുക്കളുടെ ഉപയോഗം നിയന്ത്രിക്കണം. അതാണ് ഏറ്റവും ഭക്ഷണ കാര്യങ്ങളിൽ ശ്രദ്ധിക്കുക എന്ന് പറയുമ്പോൾ ടിൻ ഫുഡുകൾ, കെമിക്കൽ ചേർന്ന ഭക്ഷണങ്ങൾ, അഭക്ഷ്യ വസ്തുക്കൾ, അതുപോലെ ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗം, കുടിക്കുന്നതായാലും ധൂമപാനവും ഒക്കെ ദോഷം ചെയ്യും. അതൊക്കെ ഒഴിവാക്കണം. അപ്പോൾ ആരോഗ്യം പൊതുവെ തൃപ്തികരമായിരിക്കും. ശ്രേയസ്സും യശസ്സും വന്നു ചേരുക. ശുക്രൻ വീണ്ടും അത് രാശിയൊക്കെ മാറി ഉച്ചരാശിയിലേക്കൊക്കെ വരുന്നുണ്ട്, നിവൃത്തി സ്ഥാനത്ത് നിൽക്കുന്നുണ്ട്. അത് തൊഴിൽ സ്ഥാനാധിപനാണ്. അപ്പോൾ തൊഴിൽപരമായ നേട്ടങ്ങളൊക്കെ വന്നു ചെയ്യും. തൊഴിൽപരമായ നേട്ടങ്ങൾ എന്ന് പറയുമ്പോൾ തൊഴിൽ സ്ഥലത്ത് സഹപ്രവർത്തകരുടെയും മേലധികാരികളുടെയും ഒക്കെ ഒരു സഹകരണം ഉണ്ടാകുക, മനസമാധാനത്തോടുകൂടി ജോലി ചെയ്യാൻ സാധിക്കുക, അതുപോലെ തന്നെ ധനാഗമന യോഗം ഉണ്ടാകുക, അപ്രതീക്ഷിതമായ ധനാഗമന യോഗം. അത് സ്വന്തമായ ബിസിനസ്സുകൾ ചെയ്യുന്നവർക്കും ഒക്കെ അത് ബാധകം. ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാർക്കായാലും മിലിറ്ററി ഓഫീസേഴ്സ്, പോലീസ് ഓഫീസേഴ്സ്, അതുപോലെ തന്നെ ഇലക്ട്രിക്കൽ സംബന്ധമായ ജോലികൾ ചെയ്യുന്നവർ, അവർക്കൊക്കെ വളരെയധികം പ്രോഗ്രസീവായിട്ടുള്ള ഒരു മാസമാണ്. വാഹന സംബന്ധമായ ജോലികൾ ചെയ്യുന്നവർക്കും അനുകൂലമായിരിക്കുന്ന സമയം. വാഹന നിർമ്മാണവുമായി ബന്ധപ്പെട്ട ജോലികൾ ചെയ്യുന്നവരുണ്ട്. ഇടയ്ക്ക് എന്തെങ്കിലും തരത്തിലുള്ള മെക്കാനിക്കൽ വർക്കുകളൊക്കെ ചെയ്ത് ജീവിക്കുന്നവരുണ്ട്. ഡ്രൈവേഴ്സ് ഉണ്ട്. അങ്ങനെ നിരവധി ട്രാവലിംഗ് ഏജൻസികളൊക്കെ നടത്തുന്ന ധാരാളം ആൾക്കാരുണ്ട്. അവർക്കൊക്കെ വാഹന സംബന്ധമായ കാര്യങ്ങൾക്ക് അപ്രതീക്ഷിതമായിട്ട് പെട്ടെന്ന് ധനാഗമന യോഗം വന്നു ചേരും. എന്നിരുന്നാലും ഒരു കാര്യവുമില്ലാതെ ചില അസുഖങ്ങൾ വന്നു ചേരുക, അത് അശ്രദ്ധ കൊണ്ടാണ്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം, ദാമ്പത്യ ജീവിതത്തിൽ ക്ലേശങ്ങൾ, അഭിപ്രായ വ്യത്യാസങ്ങൾ, അനൈക്യതകൾ, ഇതൊക്കെ രൂക്ഷമാകുന്നതിന് സൂചനയുണ്ട്. അതായത് ആഗ്നേയ ഗ്രഹങ്ങളുടെ സാന്നിധ്യം ദാമ്പത്യഭാവത്തിൽ ഉണ്ട് എന്നുള്ളത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു മാസമാണ്. സംസാരം പാടില്ല, കഠിനമായ സംസാരം. ഒരു ദമ്പതികൾ ആയിരിക്കുന്നവർ ഒരാൾ വളരെ സ്നേഹമൊക്കെ എത്ര കൊടുത്താലും അത് മറ്റൊരാൾ വിഘടനവാദിയായിരിക്കും. മറ്റൊരാൾ സ്നേഹം കൊടുത്താലും അതുപോലെ തന്നെ ഒരാൾ സ്നേഹം കൊടുത്താലും മറ്റൊരാൾ വിഘടനവാദിയായിട്ട് ഇതൊരു ദാമ്പത്യ കലഹങ്ങളൊക്കെ ധാരാളം ഉണ്ടാകുക. അങ്ങനെയൊക്കെ ധാരാളം പേര് പോലീസ് സ്റ്റേഷൻ കയറുകയും കോടതി കയറുകയും ഒക്കെ ചെയ്യും. അത് ഈ സമയം അങ്ങനെയാണ്. പിന്നീട് ദുഃഖിച്ചിട്ട് കാര്യമില്ല. അതുകൊണ്ട് പരസ്പരം വഴക്കടിക്കാതെയൊക്കെ
രമ്യമായി പോകുവാനായിട്ട് സാധിക്കും. അങ്ങനെയുള്ളവർക്ക് വളരെ നല്ലതാണ് ഉല്ലാസയാത്ര പോകുന്നതിനോ പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുന്നതിനും മംഗളകാര്യങ്ങളിൽ പങ്കെടുക്കുവാനും സൽക്കർമ്മങ്ങളിലൊക്കെ പങ്കെടുക്കുവാനും ഒക്കെ യോഗമുള്ള സമയമാണ് വഴക്കടിച്ച് കളയുന്നത്. അത് വളരെയധികം ശ്രദ്ധിക്കുക, ജാഗ്രത പാലിക്കുക. സന്താനങ്ങൾക്ക് അല്ലെങ്കിൽ പ്രായമായ മാതാപിതാക്കൾക്കൊക്കെ സന്താനങ്ങളെ കൊണ്ട് അഭിവൃദ്ധികൾ വന്നു ചെയ്യും. ദീർഘകാലമായിട്ട് ഒരു സന്താന ഭാഗ്യത്തിനായിട്ട് ആഗ്രഹിക്കുന്ന ദമ്പതികൾക്ക് ഒരു സന്താന ഭാഗ്യമൊക്കെ വന്നു ചേരുവാൻ യോഗമുള്ള മാസമാണ്. സന്താനങ്ങൾക്ക് പുരോഗതികൾ ഉണ്ടാകുക, വിദേശത്ത് ജോലിക്ക് പോവുക, വിദ്യാർത്ഥികളായിരിക്കുന്നവർക്ക് വിദ്യാ വിജയങ്ങൾ വന്നു ചെയ്യും. വിദ്യാഭ്യാസ ഭാവത്തെ സൂചിപ്പിക്കുന്ന കാര്യങ്ങൾക്ക് നല്ല പ്രോഗ്രസീവായിട്ട് നിൽക്കുന്ന സമയം. അതുപോലെ തന്നെ ഒരു മത്സ്യബന്ധനവും വ്യാപാരവും വിപണനവും ഒക്കെ ആയിട്ട് ജോലി ചെയ്യുന്നവർ ആണെങ്കിലും അതൊക്കെ പുരോഗതി പ്രാപിക്കും. അതുപോലെ ഒരു ബ്യൂട്ടി പാർലർ നടത്തുന്നവരോ കലാരംഗവുമായി ബന്ധപ്പെട്ട ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യുന്നവർക്ക്, അത് പാചകകലയായാലും വസ്ത്രനിർമ്മാണവുമായി ബന്ധപ്പെട്ട ജോലികളായാലും, ഇനി അതുമല്ല ഒരു ബ്യൂട്ടീഷ്യനോ അത് കലാരംഗത്ത് സാങ്കേതിക വിദ്യ കൈകാര്യം ചെയ്യുന്നവരോ ഇൻസ്ട്രുമെന്റേഷൻ വിഭാഗങ്ങളിൽ ജോലി ചെയ്യുന്നവർക്കും ഒക്കെ നല്ല പുരോഗതികൾ വന്നു ചേരും. അത് നല്ല ബന്ധുക്കളെ കണ്ടുമുട്ടുന്നതിനും നല്ല സുഹൃത്തുക്കൾ വന്നു ചേരുന്നതിനും സുഹൃത്തുക്കളിൽ നിന്നും ബന്ധുക്കളിൽ നിന്നും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹായങ്ങളൊക്കെ കിട്ടുന്നതിനും സുഹൃത്തുക്കളുടെ ചില പ്രത്യേകമായ നിർദ്ദേശങ്ങളൊക്കെ കേൾക്കുക വഴി ബിസിനസ് രംഗത്ത് നല്ല പുരോഗതികളൊക്കെ വന്നു ചേരുക. ഷെയർ മാർക്കറ്റിംഗ്, എക്സ്പോർട്ടിങ്, ഇമ്പോർട്ടിങ് പോലെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നവർ, മറ്റ് ബ്രോക്കറിങ് കാര്യങ്ങൾ ചെയ്യുന്നവർക്ക് ഒക്കെ വളരെ നല്ലതാണ്. വാർത്താ വിതരണ പ്രക്ഷേപണ വിഭാഗവുമായി ബന്ധപ്പെട്ട ന്യൂസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്നവർ, സാഹിത്യകാരന്മാർ, കലാകാരന്മാർ, സാഹിത്യകാരന്മാർ, സ്പോർട്സ് കായിക രംഗവുമായി ബന്ധപ്പെട്ട ജോലികളൊക്കെ ചെയ്യുക അല്ലെങ്കിൽ പഠിപ്പിക്കുക, അത് രംഗത്ത് മത്സര രംഗത്ത് ഏർപ്പെട്ടിരിക്കുന്നവർ, അവർക്കൊക്കെ ഈ ചിങ്ങം രാശിക്കാർക്ക് അഭിവൃദ്ധിയുടെയും നേട്ടങ്ങളുടെയും ഒരു കാലമാണ്. നല്ല അവസരങ്ങൾ വന്നു ചേരും. അത് വേണ്ട രീതിയിൽ വിനിയോഗിക്കുക, തേടിപ്പിടിക്കുക, വിജയിക്കും. ഏറ്റവും പ്രധാനമായിട്ടും മഹാദേവന് ജലധാര പോലെയുള്ള വഴിപാടുകൾ ചെയ്യുക. കൂടാതെ നാഗരാജാവിന് മഞ്ഞൾപ്പൊടി സമർപ്പിക്കുകയും ബ്രഹ്മരക്ഷസിന് പാൽപ്പായസവും കഴിക്കുക. മനസ്സിൻ്റെ ക്ലേശങ്ങളായാലും കുടുംബത്തിലെ അലോസരതകളായാലും മാറുന്നതിനും തൊഴിൽ സ്ഥിരത ഉണ്ടാകുന്നതിനും സാമ്പത്തിക അഭിവൃദ്ധി വന്നു ചേരുന്നതിന് ഈ വഴിപാടുകളൊക്കെ അനുകൂലമാണ്. ഞാൻ ഹരികുമാർ, ദേവി ജ്യോതിഷാലയം, കാവുംപടി, മണർകാട്, കോട്ടയം. ഈ ചാനൽ പേരും നക്ഷത്രവും ചേർത്ത് കമൻറ്റ് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്കും വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നതാണ്. നിങ്ങളുടെ വിഷയം എന്തുമാകട്ടെ അത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഞാൻ അതിനു വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്. എല്ലാവർക്കും നന്മ വരുവാനായിട്ട്